യുവതലമുറയുടെ രാഷ്ട്രീയ പ്രതീക്ഷയായി കണക്കാക്കപ്പെട്ടിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ ഉയർന്ന ലൈംഗിക അധിക്ഷേപ ആരോപണങ്ങൾ സംസ്ഥാന രാഷ്ട്രീയ രംഗത്തെ ശക്തമായി കുലുക്കിയിരിക്കുകയാണ്. സമൂഹത്തിൽ വിശ്വാസം പുലർത്തേണ്ട ഒരു ജനപ്രതിനിധി തന്നെ സ്വന്തം പദവിയുടെ അധികാരം ദുരുപയോഗം ചെയ്ത് സ്ത്രീകളുടെ സുരക്ഷയും ആത്മാഭിമാനവും ലംഘിച്ചെന്ന ആരോപണം ഉയരുന്നത് ഗൗരവമായി പരിഗണിക്കേണ്ടതാണെന്ന് സമൂഹം ഒരുമിച്ച് ആവശ്യപ്പെടുകയാണ്. നടിയായ റിനി ആൻഡ് ജോർജിന് നേരെ നടന്നതായി ആരോപിക്കപ്പെടുന്ന അശ്ലീല സന്ദേശങ്ങൾ വ്യക്തിഗത അതിരുകൾ കവിഞ്ഞ് ഒരു സ്ത്രീയുടെ മാന്യതയെ ബാധിക്കുന്ന സംഭവങ്ങളാണ്. കുറ്റം തെളിയിക്കാൻ ആവശ്യമായ ശക്തമായ തെളിവുകൾ ഇല്ലെന്ന കാരണത്താൽ റിനിയെ പരാതിക്കാരിയാക്കാനാകില്ലെന്ന ക്രൈംബ്രാഞ്ചിന്റെ തീരുമാനം നിയമപരമായി ശരിയാകാം. പക്ഷേ ഇത് സംഭവത്തിന്റെ ഗൗരവം കുറയ്ക്കുന്നില്ല. സമൂഹം നേരിടുന്ന വലിയ പ്രശ്നം അധികാര സ്ഥാനങ്ങളിലുള്ളവർ സ്വന്തം പ്രഭാവം ഉപയോഗിച്ച് സ്ത്രീകളെ ഭീഷണിപ്പെടുത്തുകയും അസ്വസ്ഥരാക്കുകയും അവർക്ക് നിയമപരമായ നീതി തേടാൻ പോലും കഴിയാത്ത സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്യുന്നുവെന്നതാണ് ഇവിടെ തെളിയുന്നത്. റിനി ക്രൈംബ്രാഞ്ചിനോട് വ്യക്തമാക്കിയതുപോലെ നിയമ നടപടികളിലേക്ക് പോകാൻ താല്പര്യമില്ലാത്തത് വ്യക്തിപരമായ മാനസിക സമ്മർദ്ദം മൂലവും സമൂഹത്തിന്റെ പ്രതികരണത്തെ ഭയന്നുമാണ്. ഇത്തരം സാഹചര്യങ്ങൾ സ്ത്രീകൾക്ക് നീതി തേടാൻ കൂടുതൽ പ്രയാസം ഇവിടെ ഉണ്ടാക്കുകയാണ്. ആരോപണത്തിന് തെളിവായി സ്ക്രീൻഷോട്ടുകൾ കൈമാറിയെങ്കിലും കേസിന്റെ രീതി മറ്റൊന്നാണ് എന്നത് മറയ്ക്കാൻ കാണിച്ച ഒരു വലിയ രാഷ്ട്രീയക്കാരന്റെ പ്രവർത്തികളെ മറച്ചുവെക്കാനുള്ള ശ്രമം സമൂഹം കണക്കിലെടുക്കേണ്ടത് തന്നെയാണ്. ഇതിലും ഗുരുതരമായ ഒരു വശം ഈ കേസിനൊപ്പം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നടക്കുന്ന അപകീർത്തി പ്രചരണമാണ്. നടി മുഖ്യമന്ത്രിക്കും സൈബർ പോലീസിനുമെതിരെ പരാതി നൽകിയിട്ടുണ്ട്. ഇത് വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെയും സുരക്ഷയെയും ചോദ്യം ചെയ്യുന്ന സംഭവമാണ്. സാമൂഹ്യ മാധ്യമങ്ങൾ തുറന്ന വേദിയാകുമ്പോൾ അതിനെ ദുരുപയോഗം ചെയ്ത് സ്ത്രീകളുടെ വ്യക്തിത്വം തകർക്കുകയും മനസ്സിനെ വേദനിപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തെ ചെറുക്കേണ്ടത് നമ്മുടെ കാലഘട്ടത്തിന്റെ അടിയന്തര ആവശ്യമാണ് എന്ന് ഉറപ്പിച്ചു പറയാം. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ജനങ്ങൾക്കുള്ള ഉത്തരവാദിത്തം സ്ത്രീകൾക്ക് സുരക്ഷിതമായ അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നതാണ്. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ പദവി ദുരുപയോഗം ചെയ്ത് സ്ത്രീകളുടെ അഭിമാനത്തെ തകർക്കുന്നതിലൂടെ ജനവിശ്വാസം നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. സംഭവത്തിന് പിന്നാലെ രാഹുൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തു നിന്നും രാജിവെക്കുകയും പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഒരു വ്യക്തിയുടെ രാഷ്ട്രീയ ജീവിതം മാത്രമല്ല, സമൂഹത്തിന് നൽകുന്ന തെറ്റായ സന്ദേശം എത്ര ദോഷകരമാണെന്ന് വ്യക്തമാക്കുകയാണ്. അതോടൊപ്പം സംഭവത്തിനു പിന്നാലെ നടിക്ക് നേരെയുണ്ടായ സൈബർ ആക്രമണങ്ങൾ കൂടുതൽ പേടിപ്പെടുത്തുകയാണ്. ഒരു സ്ത്രീ നീതി തേടുമ്പോൾ സമൂഹം അവളെ തന്നെ കുറ്റപ്പെടുത്തുന്ന പ്രവണത കാണിക്കുന്നത് അതിനെ കൂടുതൽ ദോഷകരമാക്കുന്നു. ഇത് തകരാറായ സാമൂഹിക മനോഭാവത്തിന്റെ തെളിവാണ്. സ്ത്രീകൾ സുരക്ഷിതമായി മുന്നോട്ട് വരണമെങ്കിൽ സമൂഹവും ഭരണകൂടവും നിയമവ്യവസ്ഥയും ചേർന്ന് അവർക്ക് പിന്തുണ നൽകണം. ജനാധിപത്യത്തിന്റെ അടിസ്ഥാനം ജനങ്ങൾക്ക് സേവനമൊരുക്കുക എന്നതാണ്. ജനപ്രതിനിധി ജനങ്ങളോടുള്ള വിശ്വാസത്തിന്റെ പ്രതിനിധിയാണ്. എന്നാൽ ഒരു ജനപ്രതിനിധി തന്നെ അധികാരത്തിന്റെ മറവിൽ അനീതിയും പീഡനവും നടത്തുമ്പോൾ അനീതിക്കെതിരെ ശക്തമായ പ്രതികരണം ഉയരേണ്ടത് അനിവാര്യമാണ്. ഇത്തരം സംഭവങ്ങൾ ചെറിയ വിവാദങ്ങളല്ല, ഇവ സമൂഹത്തിന്റെ മൂല്യങ്ങളെ ചോദ്യം ചെയ്യുന്നവയാണ്. സ്ത്രീകൾക്ക് പരാതി നൽകാനുള്ള സുരക്ഷിതമായ സംവിധാനങ്ങൾ ഉറപ്പാക്കണം. രാഷ്ട്രീയവും സാമൂഹികവുമായ പിന്തുണ നൽകി മാനസിക സമ്മർദ്ദത്തിൽ നിന്നും അവരെ രക്ഷിക്കണം. സോഷ്യൽ മീഡിയയിലെ അപകീർത്തി പ്രചരണങ്ങൾക്കെതിരെ കർശനമായ നിയമ നടപടികൾ വേണം. അധികാര സ്ഥാനങ്ങളിലുള്ളവർ പ്രത്യേക ആചാര സമിതി വഴി നിരീക്ഷണങ്ങളും ഉത്തരവാദിത്വവും ഉറപ്പാക്കണം. സമൂഹം ഒട്ടാകെ നീതിയുള്ള സമീപനം വളർത്തുന്നതിനായി ജാഗ്രത വർദ്ധിപ്പിക്കണം. എങ്കിലേ ഇനിയുള്ള കാലം സ്ത്രീകൾക്ക് ഈ സമൂഹത്തിൽ പേടി കൂടാതെ ജീവിക്കാൻ കഴിയൂ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങൾ ഒരു വ്യക്തിയുടെ വീഴ്ച മാത്രമല്ല, അത് സമൂഹത്തിന്റെ മൂല്യങ്ങൾക്കും നീതിയോടുള്ള പ്രതിബദ്ധതയ്ക്കുമുള്ള വെല്ലുവിളിയാണ്. അധികാരം കൈവശം വെച്ചിരിക്കുന്നവരുടെ ഉത്തരവാദിത്തം ഇതിനേക്കാൾ വലുതാണ്. സ്ത്രീകൾ സുരക്ഷിതമായ അന്തരീക്ഷത്തിൽ ജീവിക്കണമെന്നതാണ് ജനാധിപത്യത്തിന്റെ യഥാർത്ഥ അളവുകോൽ. ഈ സംഭവത്തെ സമൂഹം ഗൗരവമായി കാണുകയും സ്ത്രീകളുടെ ശബ്ദത്തെ ശക്തിപ്പെടുത്തുകയും നീതി സംരക്ഷിക്കാൻ മുഴുവൻ സംവിധാനങ്ങളും മുന്നോട്ട് വരികയും വേണം.